ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ വൺ ഓഫ് ദ പേപ്പർ ആണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം കൺസെപ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് വൺ, ദ ചിൽഡ്രൻസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് വൾണറബിൾ സെക്ഷൻസ് ഓഫ് എനി സൊസൈറ്റി. എന്താ ഈ വൾണറബിൾ എന്ന് പറഞ്ഞാല് ഐഡിയ ഉണ്ടോ? വാട്ട് ഇസ് വൾണറബിൾ? വൾണറബിൾ സെക്ഷൻ, ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ മുന്നേ? ഓക്കെ, വൾണറബിൾ സെക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി ഇമോഷണലി ഏറ്റവും പെട്ടെന്ന് ഹാം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് അല്ലെ ചിൽഡ്രൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വയലേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. ഈ ചിൽഡ്രൻസിനെതിരായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. നമുക്കറിയാം ജുവനൈൽ ആക്ട് പ്രകാരമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഒരു പ്രോസസ്സ്. അപ്പൊ ചിൽഡ്രൻസ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. Next one, to provide protection against such violations, legal framework provides children with legislative സപ്പോർട്ട്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലെല്ലാം കുട്ടികൾക്കെതിരെ എന്ത് തരത്തിലുള്ള വയലേഷൻസ് സംഭവിച്ചാലും അവർക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ, ലീഗലി പ്രൊട്ടക്ഷൻസ് കൊടുക്കും അല്ലെ. ലെജിസ്ലേറ്റീവ് സപ്പോർട്ട് വളരെയധികം കൂടുതലാണ് കുട്ടികളുടെ കേസ് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്ത് ടൈപ്പ് ഓഫ് വയലേഷൻസ് കുട്ടികളുടെ എതിരെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ലെജിസ്ലേറ്റീവ് സപ്പോർട്ട് വളരെ നന്നായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു ഫ്രെയിം വർക്ക് ഒരുക്കിയിട്ടുണ്ട്. Okay, so some people see the children as independent agents who can take responsible decisions about themselves and their lives. നമ്മുടെ സമൂഹത്തിലും കുറച്ച് വിഭാഗം ആളുകൾ കുട്ടികളെ വളരെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കുന്നവരുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി അവരുടെ ഫാമിലിനെയോ അവരുടെ പാരന്റ്സിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് അവരുടെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് വിഭാഗം ആളുകളുണ്ട്. While still others may consider children fully dependent on adults for survival and ഡിസിഷൻ മേക്കിംഗ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ കുട്ടികളെ ഇപ്പോഴും അവരുടെ ഫാമിലിനെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബാക്കി അഡൾട്ട്സിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലെ. അത് സർവൈവൽ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാനും നമ്മുടെ ലൈഫിൽ എന്തൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലും എല്ലാം കുട്ടികളെ അഡൾട്ട്സിനോട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. അപ്പൊ പല തരത്തിലുള്ള സമൂഹത്തിൽ പല ടൈപ്പ് ആളുകളുണ്ട് കുട്ടികളെ വേർതിരിച്ച് കാണുന്നത്. സം persons consider themselves about they can take the responsible decisions in their life. പക്ഷെ മറ്റു ചില വിഭാഗങ്ങൾ കംപ്ലീറ്റ്ലി അവർ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷണറി പാർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നോക്കാനുണ്ട്. കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, എങ്ങനെ നമുക്ക് ചൈൽഡ് റൈറ്റിനെ ഡിഫൈൻ ചെയ്യാം, എന്താണ് ഈ ചൈൽഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ലോകൾ ഉണ്ട് അല്ലെ. ഇതിലെല്ലാം ചൈൽഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. വാട്ട് ഇസ് ദ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ തമിഴ്നാട് ആൻഡ് ഇന്ത്യ. തമിഴ്നാട്ടിലും ഇന്ത്യയിലും എങ്ങനെയാണ് ചൈൽഡ് റൈറ്റ്സിന്റെ ഒരു ഹിസ്റ്ററി അടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, അതിനെയാണ് NGO എന്ന് പറയുന്നത് കേട്ടോ. NGO സ്റ്റാൻഡ്സ് ഫോർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് which is working for child right in Tamil Nadu and India.
ഇന്ത്യയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒരുപാട് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലാത്ത ഒരു വിഭാഗം ടീം അല്ലെങ്കിൽ ഒരു സെക്ഷൻ കുട്ടികളുടെ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. വാട്ട് ആർ ദ ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ, എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ എങ്ങനെയായിരുന്നു, ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്തിരുന്നത്, ഈ ഒരു കാര്യം നമുക്ക് നോക്കാനുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ് റൈറ്റ് ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് അഫക്റ്റഡ് പീപ്പിൾ, ഇനി ഇമോഷണലി അതുപോലെ തന്നെ മെന്റലി ഫിസിക്കലി എല്ലാം എഫക്ട് ആയപ്പെട്ട ഒരു വിഭാഗം കുട്ടികളുണ്ട് അല്ലെ, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും എങ്ങനെയാണ് ഈ ചൈൽഡ് റൈറ്റിനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ്സ് ടു ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്രത്തോളം ആവശ്യകം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നിങ്ങനെ അടങ്ങുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടം നമുക്ക് കാര്യങ്ങൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്തൊക്കെയാണുള്ളത് നോക്കാം. 1 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നതെന്നുള്ളത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ചൈൽഡ്. എങ്ങനെ നമുക്ക് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാം, എന്താണ് ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ചൈൽഡ്. ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് ആക്ച്വലി ഒരു ലാറ്റിൻ വേർഡ് എന്ന് വന്നതാണ് കേട്ടോ. ആ ലാറ്റിൻ വേർഡാണ് ഇൻഫാൻസ്. ഇൻഫാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉത്ഭവിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇൻഫാൻസ് എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ ഡസ് നോട്ട് സ്പീക്ക് ഓർ ദ വൺ ഹൂ ഡസൻ സ്പീക്ക്, ഈ ഒരു വേർഡിന്റെ അർത്ഥമാണ് കേട്ടോ ഇതിന് നമുക്ക് പല തരത്തിൽ ഈ ഒരു മീനിങ്ങിന് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയും. ദ വൺ ഹൂ ഡസ് നോട്ട് സ്പീക്ക് എന്ന് പറഞ്ഞാല് നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു വിഭാഗം, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ കേപ്പബിൾ ആവാത്ത ഒരു വിഭാഗം, അങ്ങനെ പല ടൈപ്പ് ഓഫ് മീനിങ്ങും നമുക്ക് ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തോന്നും. ദ വൺ ഹു ഡസ് നോട്ട് സ്പീക്ക്, ഒരിക്കലും മിണ്ടാത്ത ഒരു സെക്ഷൻ എന്നിങ്ങനെയാണ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിന്റെ മീനിങ് ആയിട്ട് ഈ ലാറ്റിൻ വേർഡിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ദ ചൈൽഡ് ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ between birth and puberty or between the developmental period of ഇൻഫാൻസി. ഈ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പേഴ്സൺ ബിറ്റ്വീൻ ബർത്ത് ആൻഡ് പ്യൂബർട്ടി. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ പ്യൂബർട്ടി സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നത് വരെ ഉള്ള ആ ഒരു കാലഘട്ടമാണ് ചൈൽഡ് എന്ന് പറയുന്നത്. എന്താണ് പ്യൂബർട്ടി? നമുക്കറിയാം, ഒരു അഡോളസൻ നമ്മൾ പറയും 18 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മൾ അഡോളസൻ സ്റ്റേജ് എന്ന് പറയും അല്ലെ, ടീനേജേഴ്സ് നമ്മൾ അഡോളസൻ സ്റ്റേജ് എന്നാ പറയാ. ഈ ഒരു അഡോളസൻ പീരീഡിൽ ഉള്ള ഒരു കുട്ടി സെക്ഷൽ മെച്യൂരിറ്റി എല്ലാം അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയാം. അപ്പൊ ഒരു കുട്ടി ജനിച്ചത് മുതൽ പ്യൂബർട്ടി സ്റ്റേജ് എത്തുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ചൈൽഡ് എന്ന് പറയുന്നത്. ഓർ നമുക്ക് വേറൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്, ബിറ്റ്വീൻ ദ ഡെവലപ്മെന്റൽ പീരിയഡ് ഓഫ് ഇൻഫാൻസി. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് ഓർ പീരിയഡ് ഓഫ് ബേബിഹുഡ്, നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് എല്ലാം പറയും. ഈ ഒരു പീരീഡിലുള്ള ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇൻഫാൻസി എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഇൻഫാൻ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു കാലഘട്ടമാണ് ചൈൽഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് രണ്ടും എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്താലും മതി. ചൈൽഡിന്റെ ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ ടേം ചൈൽഡ് മേ ഓൾസോ റെഫർ ടു സംവൺ ബിലോ അനദർ ലീഗലി ഡിഫൈൻഡ് ഏജ് ലിമിറ്റ് ആൻഡ് കണക്റ്റഡ് ടു ദ ഏജ് ഓഫ് മെജോറിറ്റി. ഇനി ഈ ചൈൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമ്മൾ പറയും 18 വയസ്സ് വരെ കുട്ടിയാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു അഡോളസന്റ് പീരീഡ് ആണ്. അങ്ങനെ ഒരു ലീഗലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഏജിന്റെ
താഴെ വരുന്ന ആ ഒരു പ്രായം, ആ ഒരു വിഭാഗത്തെയാണ് ചൈൽഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് കണക്റ്റഡ് ടു ദ ഏജ് ഓഫ് മെജോറിറ്റി. മെജോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു 18 വയസ്സിന് മുകളിൽ നിൽക്കുന്ന ഒരു പ്രായം. ആ ഒരു മെജോറിറ്റിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ താഴെ പ്രായത്തിൽ വരുന്ന ആ കുട്ടികളെ അല്ലെങ്കിൽ ആ ഒരു ഏജ് വിഭാഗത്തെ നമുക്ക് എന്ത് പറയാം, ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. എക്സാമ്പിൾ ആയിട്ട്, ഇൻ സിംഗപ്പൂർ a child is legally defined as someone under the age of 14. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് സിംഗപ്പൂരിൽ നമ്മൾ ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് വരുന്നത് അണ്ടർ ദ ചിൽഡ്രൻ ആൻഡ് യങ് പേഴ്സൺ ആക്ട് പ്രകാരമാണ്. whereas the age of majority is considered as 21. സോ സിംഗപ്പൂരിൽ ഏജ് ഓഫ് മെജോറിറ്റി ഒരു അഡൽട്ട് ആയി അല്ലെങ്കിൽ ഒരു മെജോറിറ്റിന്റെ ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 21 years ഓൾഡും ബിലോ 14 അല്ലെങ്കിൽ അണ്ടർ 14 years ഓഫ് ഏജ് ഇസ് കൺസിഡേർഡ് ആസ് എ ചൈൽഡ്. ഓക്കെ, നെക്സ്റ്റ് യുഎസിലെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് റെഫേഴ്സ് ടു എനി വൺ ഹു ഈസ് അണ്ടർ ദ ഏജ് ഓഫ് 21. യുഎസിലെ ഡിഫറെന്റ് ആണ് കാര്യങ്ങൾ. 21 വയസ്സിന് താഴെ വരുന്ന എല്ലാവരെയും ഒരു ചൈൽഡ് ആയിട്ടാണ് യുഎസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ കൺട്രി അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏജ് എന്റെ വിഭാഗത്തിൽ നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻ. എന്താ യുണൈറ്റഡ് നേഷൻ? ആക്ച്വലി യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഇത് 1945 ഇത് ഫൗണ്ട് ചെയ്തത്. ആക്ച്വലി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇത്തരം ഒരു യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഉത്ഭവിച്ചു വന്നത്. ഇവരുടെ മെയിൻ ഒരു എയിം അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നേഷൻസ് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ക്രിയേറ്റ് ചെയ്യാനും സമാധാനത്തിന് വേണ്ടിയിട്ടും സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാമാണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ 1945 ഫൗണ്ട് ചെയ്തത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ പ്രകാരം എ ഹ്യൂമൻ ബീയിങ് ബിലോ ദ ഏജ് ഓഫ് 18 years unless under the law applicable to the child. അതായത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ഒരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് യുണൈറ്റഡ് നേഷൻ പറയുന്നത്. മെജോറിറ്റി ഈസ് അറ്റൈൻഡ് ഏർലിയർ. അതായത് 18 വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് അവരുടെ മേജർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെജോറിറ്റി സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻ ആ ഒരു പ്രായപരിധിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലോ, എ ചൈൽഡ് മീൻസ് എവറി ഹ്യൂമൻ ബീയിങ് ബിലോ ദ ഏജ് ഓഫ് 18 years. ഇനി നമ്മളൊരു ഇന്റർനാഷണൽ ലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ പ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ നമുക്ക് കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിംഗപ്പൂരിലെ കേസ് എങ്ങനെയാണ്, യുഎസിലെ കേസ് എങ്ങനെയാണ്, അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻ എങ്ങനെയാണ് ഒരു കുട്ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, ഇന്റർനാഷണൽ ലോ പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ഇതെല്ലാം ഒരു ബേസിക് ഒരു ചൈൽഡ് അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം ആൻഡ് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് എന്നുള്ളത്. സോ ഫസ്റ്റ്, ചിൽഡ്രൻസ് റൈറ്റ്സ് ആർ ഹ്യൂമൻ റൈറ്റ്സ്. They protect the child as a human being. ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഏതൊരു തരത്തിലുള്ള റൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബേസിക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ് അല്ലെ. അതൊരു മനുഷ്യന് വേണ്ട ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് നമ്മൾ ഏതൊരു കുട്ടിക്കും കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദേ പ്രൊട്ടക്ട് ദ ചൈൽഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനെ പോലെ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ തന്നെ ഒരു കുട്ടീനെയും പ്രൊട്ടക്ട് ചെയ്യാണ് ആക്ച്വലി ഈ ചൈൽഡ് റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ചൈൽഡ് റൈറ്റ്സിൽ എന്തൊക്കെ റൈറ്റ്സ് വരും നമുക്ക് നോക്കാം. ദേ ഹാവ് the right to life, non-discrimination principle, right to dignity through the protection of physical and mental integrity. ഏതൊരു കുട്ടിക്കും നമ്മുടെ ലോകത്തിൽ നമ്മുടെ ഹോൾ വേൾഡിൽ തന്നെ ഏതൊരു കുട്ടീനെ വെച്ച് നോക്കുകയാണെങ്കിലും ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് അല്ലെ. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും ദേ ഹാവ് ദ റൈറ്റ് ടു ലൈഫ്. നോൺ ഡിസ്ക്രിമിനേഷൻ പ്രിൻസിപ്പിൾ, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വരാതെ വളരെ സെക്യുലർ ആയിട്ട് ഫുൾ ഫ്രീഡത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഏതൊരു കുട്ടിക്കും അത് ഉള്ളത് തന്നെയാണ്. റൈറ്റ് ടു
ഡിഗ്നിറ്റി, റൈറ്റ് ടു ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. വൺ സെക്കൻഡ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടു ലൈഫ് അതൊരു കുട്ടിയുടെ അവകാശമാണ്. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു കുട്ടിയുടെ അവകാശമാണ്. റെസ്പെക്ട് കിട്ടുക എന്നുള്ളത് അത് അഡൾട്ട് ആയിക്കോട്ടെ, അത് 18 വയസ്സിന് മുകളിലുള്ളതായാലും കുട്ടിയായാലും എല്ലാം റെസ്പെക്ട് എന്നുള്ളത് അവരുടെ ആവശ്യം തന്നെയാണ്. ത്രൂ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇന്റഗ്രിറ്റി, ഫിസിക്കലി മെന്റലി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് ഏതൊരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൈറ്റ് ആണ്. അത് നമ്മൾ നൽകിയേ പറ്റുള്ളൂ. ചൈൽഡ് റൈറ്റ്സ് ആർ ലെയ്ഡ് ഔട്ട് ഇൻ 54 ആർട്ടിക്കിൾസ് ഓഫ് UNCRC. ഇനി യുണൈറ്റഡ് നേഷനിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് സെക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് UNCRC, സ്റ്റാൻഡ്സ് ഫോർ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഇത്തരം ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഫുൾ ഫോം നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു ഈസി കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് സെക്ഷനിലൊക്കെ നമുക്ക് ഈ ഒരു ഇത് ഫുൾ ഫോം ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഈസി മെത്തേഡ് വെച്ചിട്ട് ഡെഫിനിഷൻ ഇതിന്റെ ഫുൾ ഫോം പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ UNCRC സ്റ്റാൻഡ്സ് ഫോർ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. ഈ ഒരു സെക്ഷൻ പ്രകാരം 54 ആർട്ടിക്കിൾസ് തന്നെ ചൈൽഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ വേൾഡിൽ തന്നെ ചൈൽഡ് റൈറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് ഇൻക്ലൂഡ് സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഹു ആർ അണ്ടർ 18. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എക്കണോമിക്കലി എന്തൊക്കെ റൈറ്റ്സ് വേണം, പൊളിറ്റിക്കലി എന്തൊക്കെ റൈറ്റ്സ് വരുന്നുണ്ട്, സോഷ്യലി അവർക്ക് എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട്, ഈ റൈറ്റ്സ് എല്ലാം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു UNCRCന്റെ 54 ആർട്ടിക്കിൾസ്. ദ ഗവൺമെന്റ് ആൻഡ് ദ അഡൾട്ട്സ് ആർ റെസ്പോൺസിബിൾ ടു എൻഷുർ ദീസ് റൈറ്റ്സ് ആർ അപ്ഹെൽഡ്. ഈ ആർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതെല്ലാം നടക്കുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് ഇതെല്ലാം റെസ്പോൺസിബിൾ ആയിട്ട് ഇതെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഗവൺമെന്റ് അവര് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ആൻഡ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈച്ച് ആൻഡ് എവരി അഡൾട്ട് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഈ റൈറ്റ്സ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് നമ്മളെ ഓരോ സമൂഹത്തിലെ വ്യക്തിയുടെയും ഈ നാട്ടിലെ ഗവൺമെന്റും റെസ്പോൺസിബിൾ ആണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, സോ നെക്സ്റ്റ് പേജിൽ പറയുന്നത് എന്തൊക്കെയാണ് ഈ ഒരു UNCRC. നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. ഇനി UNCRCന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദേ അപ്ലൈ ടു ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് അണ്ടർ 18. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, ഇവിടെ വരുന്ന ലോ എല്ലാം ഇവർക്ക് രണ്ടുപേർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് സെക്ടറിനും ബാധകമായിട്ടാണ് UNCRC ഈ 54 ആർട്ടിക്കിൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈവൻ ഇഫ് ദേ ആർ മാരീഡ് ഓർ ഓൾറെഡി ഹാവ് ചിൽഡ്രൻ ഓഫ് ദെയർ ഓൺ. ഇൻ കേസ് അവർ മാരീഡ് ആണെന്ന് വിചാരിക്കുക, അണ്ടർ 18 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള ആളുകൾ, ഈവൻ ഇഫ് ദേ ആർ മാരീഡ് അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കുട്ടികളുള്ള ആളുകളാണെങ്കിലും ഈ ഒരു ആർട്ടിക്കിൾസ് ഇവർക്കും കൂടെ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. 18 വയസ്സിന് താഴെയാണോ ഈ UNCRCന്റെ ആർട്ടിക്കിൾസ് ഇവരെ ബാധിക്കുന്നതായിരിക്കും. ദേ ആർ ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ വ്യൂസ് ഓഫ് ദ ചൈൽഡ്. ഈ ഞാൻ ഈ കോട്ട് ചെയ്തിട്ടുള്ള രണ്ട് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതും ഇതെല്ലാം ചില പ്രിൻസിപ്പിൾസ് ആണ്. ഈ പ്രിൻസിപ്പിൾസിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് UNCRC ഈ 54 ആർട്ടിക്കിൾസ് ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ഫാമിലി ആൻഡ് ദ നീഡ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് that is conducive to the healthy growth and development of children. ഈ UNCRCന്റെ ആർട്ടിക്കിൾസ് എല്ലാം ഫാമിലി ബേസ്ഡ് ആണ്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് സമൂഹത്തിൽ വളരെ
ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാനും ആ കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിന് സാധ്യമായിട്ടുള്ള ഒരു തരത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. UNCRCന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്, അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ്, UNCRC draw attention to 4 sets. മെയിൻ ആയിട്ട് ഈ ഒരു UNCRC ഏതൊക്കെ റൈറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ചൈൽഡ് റൈറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 4 സെറ്റ് ആയിട്ട് ഞാൻ ഇവിടെ ചൈൽഡ് റൈറ്റ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു സർവൈവൽ. എന്താ റൈറ്റ് ടു സർവൈവൽ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഏതൊരാൾക്കും ഈ ലോകത്തില് വളരെ എന്താ പറയാ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. ദിസ് ഇൻക്ലൂഡ് റൈറ്റ് ടു ലൈഫ്, highest attainable standard of life, nutrition, adequate standard of living, and the name and nationality. ഈ ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് നല്ല രീതിയിൽ നല്ലൊരു ചുറ്റുപാടിൽ വളരെ നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നല്ല തരത്തിലുള്ള ന്യൂട്രീഷൻ, അവർക്ക് ഫുഡ് വേണം, നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് തന്നെ വേണം, അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ, അവർക്ക് ഇനഫ് ന്യൂട്രീഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ മാൽന്യൂട്രീഷൻ എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനഫ് ഫുഡ് അവർക്ക് വേണം. അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വളരെ നല്ല ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്ക് അവകാശപ്പെട്ടതാണ്. ആൻഡ് എ നെയിം ആൻഡ് നാഷണാലിറ്റി, അവർക്കൊരു പേരും, അവർ ഏത് നേഷനിലാണ്, ഇപ്പൊ ഞാനൊരു ഇന്ത്യൻ ആണ് അല്ലെ, നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ളതെല്ലാം അവകാശപ്പെടാൻ ഒരു കുട്ടിക്ക് കഴിയും. റൈറ്റ് ടു സർവൈവൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ. അതായത് ദിസ് ഇൻക്ലൂഡ് ഫ്രീഡം ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, ഫ്രീഡം ഫ്രം അബ്യൂസ്, freedom from neglect, and special protection in special situations such as emergency and in case of disability. പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ഏതൊരു മനുഷ്യനും അവകാശപ്പെട്ടതാണ് അല്ലെ. അത് ഇൻ കേസ് നമ്മളെ ആരെങ്കിലും വളരെ അൺഫെയർ ആയിട്ട് നമ്മളോട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ വളരെ ക്രൂവൽ ആയിട്ട് ആരെങ്കിലും ട്രീറ്റ് ചെയ്യാൻ, നമ്മളെ മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം അബ്യൂസുകളിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് അവകാശപ്പെട്ടതാണ്. ഫ്രീഡം ഫ്രം നെഗ്ലക്ട് ആൻഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ സ്പെഷ്യൽ സിറ്റുവേഷൻസ്. ചില സ്പെഷ്യൽ സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ആസ് എൻ എമർജൻസി കേസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഏതൊരു കുട്ടിക്കും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ ബേസിക് റൈറ്റ്, സർവൈവൽ എന്ന് പറയുന്നതും ഇറ്റ്സ് എൻ അനദർ ബേസിക് റൈറ്റ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ഡെവലപ്മെന്റ്. നമുക്ക് ജീവിച്ചാൽ മാത്രം മതിയോ, നമുക്ക് പ്രൊട്ടക്ഷൻ എല്ലാ തരത്തിലും കിട്ടിയാൽ മാത്രം മതിയോ? നമുക്ക് ഓരോ ദിവസം കഴിയും തോറും, നമ്മുടെ പ്രായം കൂടുന്തോറും ഒരു ഡെവലപ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ചുമ്മാ സർവൈവ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. സോ ദിസ് ഇൻക്ലൂഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, right to social security, and the right to leisure and cultural activities. റൈറ്റ്, ദ ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ. ഏതൊരു കുട്ടിക്കും എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്, ബേസിക് റൈറ്റ് ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. സോഷ്യൽ സെക്യൂരിറ്റി, സൊസൈറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാ തരത്തിലും സെക്യൂരിറ്റി കിട്ടുക എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. എല്ലാത്തരം സന്തോഷങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ മതിയോ? എല്ലാത്തരം സന്തോഷങ്ങൾ കിട്ടാൻ ഒരു കുട്ടിക്ക് അവകാശമുണ്ട്. ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്, എന്ത് ടൈപ്പ് ഓഫ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയാലും അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനും അതെല്ലാം ആസ്വദിക്കാനുമുള്ള ഒരു റൈറ്റ് ഏതൊരു കുട്ടിക്കും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഡെവലപ്മെന്റിന് സ്കോപ്പ് ഉള്ളൂ അല്ലെ. ദാറ്റ് ഈസ് ദ അനദർ ബേസിക് നീഡ് ഓഫ് എ ചൈൽഡ്, ദാറ്റ് ഈസ് റൈറ്റ് ടു development. Next, fourth one ആണ് right to participation. This include right to respect for views of the child, right to freedom for expression, right to freedom of thought. ഒന്നുമല്ല, നമ്മൾ ഒരു കുട്ടി എന്തൊരു വ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസോ സജഷൻസോ എന്ത് പറയുകയാണെങ്കിലും അതിനൊരു റെസ്പെക്റ്റോട് കൂടെ കാണുക എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ റൈറ്റ് ആണ് അല്ലെ. അത് റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ കാണണം. അവർക്ക് അവരുടെ ഫ്രീഡം, അവരുടെ സജഷൻസ് ആയിക്കോട്ടെ, ഐഡിയാസ് ആയിക്കോട്ടെ, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. ദാറ്റ് ഇസ് ദെയർ റൈറ്റ്. ആൻഡ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, അവരുടെ തോട്ട് എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സജഷൻസ് പറയാനും അവരുടെ വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള റൈറ്റ് ഏതൊരു കുട്ടിക്കും ഉണ്ട്. അപ്പൊ UNCRC മെയിൻ ആയിട്ട് അറ്റൻഷൻ കൊടുത്തിട്ടുള്ളത്, കുട്ടികളുടെ കാര്യത്തിൽ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള 4 മേജർ സെക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഡെവലപ്മെന്റ്, ലാസ്റ്റ്ലി റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ക്ലിയർ ആണോ UNCRCന്റെ
കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ സിംഗപ്പൂരിലെ കാര്യം പറഞ്ഞു, US കാര്യം പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യയിൽ എത്രത്തോളം ചൈൽഡ് റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് റൈറ്റ്സിൽ തന്നെ ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ. സോ first one, right to free and compulsory elementary education for all children under the age group 6 to 14 years of age. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു കുട്ടിക്കും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. അത് ആ ഒരു കുട്ടിയുടെ റൈറ്റ് ആണ്. ഇൻ കേസ് അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ഓപ്പൺ അപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ പബ്ലിക്കിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുന്നിലോ ചൂണ്ടിക്കാണിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി നമുക്കുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 6 to 14 years ഇൻ ബിറ്റ്വീൻ ഉള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Next one, right to be protected from any hazardous employment till the age of 14 years. 14 വയസ്സ് വരെ ഒരു തരത്തിലുള്ള ബാലവേലയും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയുന്നതല്ല. അതിനെതിരെ വളരെ ശക്തമായിട്ട് നമുക്ക് സംസാരിക്കാവുന്ന വളരെ ഹസാർഡസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റും കുട്ടികൾക്ക് കഴിയില്ല. അവർ പഠിക്കേണ്ട സമയമാണ്, എലമെന്ററി എഡ്യൂക്കേഷൻ കിട്ടേണ്ട സമയമാണ്, അത് അവർക്ക് കിട്ടിയേ പറ്റൂ. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ബീങ് അബ്യൂസ്ഡ്. ഒരു തരത്തിലുള്ള ക്രിമിനൽ അബ്യൂസിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ ഹാം ചെയ്യുന്ന ഫിസിക്കലി ആൻഡ് മെന്റലി കുട്ടീനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും കുട്ടി ഉൾപ്പെടാൻ പാടില്ല. അതിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ റൈറ്റ് ആണ്. അത് ആ കുട്ടിക്ക് കിട്ടിയേ പറ്റൂ. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് ടു ഡെവലപ്പ് എ ഹെൽത്തി മാനർ ഓഫ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി. ബാക്കിയുള്ള മെജോറിറ്റീനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ അതേപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഫെസിലിറ്റിയും ഒരു കുട്ടിക്കും കിട്ടണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഫ്രീ ആയിട്ട്, അവർക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഫ്രീ ആയിട്ട് ജീവിക്കാനും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഈ ഒരു സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ ഓൾസോ ഷുഡ് ഹാവ് ദ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് ലൈക്ക് ദ മെജോറിറ്റി സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് റൈറ്റ് ടു ഇക്വാലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മേജർ സെക്ഷനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ തരത്തിലും ഇക്വാലിറ്റി കുട്ടികളും അവകാശപ്പെടുന്നതാണ്. നെക്സ്റ്റ്, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. നമുക്കറിയാം സൊസൈറ്റിയിൽ നമ്മുടെ കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ബേസ് ചെയ്തിട്ടൊക്കെ പണ്ട് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ. ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗമാണ്, ഏതാണ് കാസ്റ്റ് എന്നുള്ള പേരിലൊക്കെ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒന്നും വളരെ കുറവാണ്. അപ്പൊ അത്തരം ഡിസ്ക്രിമിനേഷനിൽ നിന്നെല്ലാം ഉള്ള ഒരു റൈറ്റ് ഒരു കുട്ടിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിക്ക് ഈ തരത്തിലുള്ള എല്ലാ റൈറ്റ്സും, ഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, എലമെന്ററി എഡ്യൂക്കേഷൻ, അബ്യൂസിൽ നിന്നും എംപ്ലോയ്മെന്റിൽ നിന്നും എല്ലാം കുട്ടിക്ക് റൈറ്റ്സ് കിട്ടേണ്ടതാണ്. ഇതാണ് ഇന്ത്യൻ റൈറ്റ്സ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ലോസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഓരോ ലോയും എങ്ങനെയാണ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് സെക്ഷൻ 2 ഓഫ് ദ ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. നമ്മൾ കുറച്ച് ആക്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊട്ടക്ഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് ലേബർ ആക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1986 ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ചൈൽഡ് മീൻസ് എ പേഴ്സൺ who has not completed his 14th year of age. ഈ ഒരു ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു കുട്ടി എന്ന് പറയുന്നത് 14 വയസ്സ് പ്രായം കഴിയാത്ത ഒരു കുട്ടീനെയാണ് ഈ ഒരു ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. This act aims at prohibiting the engagement of children in work. ഒന്നുമല്ല, ഈ ഒരു ആക്ട് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത് 14 വയസ്സ് വരെ ഹസാർഡസ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റും ഒരു ലേബർ വർക്കും
കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 2C പ്രകാരം വാട്ട് ഇസ് ദ പ്ലാന്റേഷൻ ലേബർ ആക്ട്. കുട്ടികൾക്കെതിരെയുള്ള പ്ലാന്റേഷൻ ലേബർ ആക്ട് 1951 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, എ ചൈൽഡ് means a person who has not completed his 15th year. ഈ പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം ഒരു കുട്ടി എന്ന് വിളിക്കുന്നത്, ഒരു കുട്ടി എന്ന് പറയുന്നത് 15 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത വിഭാഗത്തെയാണ് ഈ ഒരു ആക്ട് പ്രകാരം ചൈൽഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദിസ് ആക്ട് ഇസ് ബീങ് ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ് ഇൻ പ്ലാന്റേഷൻ. പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ തോട്ടങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെ, അപ്പൊ അവരുടെ ആക്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത്തരം വർക്കുകളിലൊന്നും 15 വയസ്സോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുട്ടിയോ എൻഗേജ് ചെയ്യാൻ പാടില്ല. എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് വാസ് ദ സെക്കൻഡ് ആക്ട്. നെക്സ്റ്റ് വൺ, സെക്ഷൻ 2B പ്രകാരം ഓഫ് ദ BD ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട് 1966 ഇത് ഫൗണ്ട് ചെയ്തത്. അവരുടെ ചൈൽഡിനെ ഡിഫൈൻ ചെയ്യുന്നത് എ ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 14 years ഓഫ് ഏജ്. എഗെയിൻ നമ്മളെ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെയിം തന്നെയാണ് കേട്ടോ ഇവിടെ ചൈൽഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 14 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത വിഭാഗത്തെയാണ് ഇവരും ചൈൽഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദിസ് ഫാക്ട് മേക്സ് പ്രൊവിഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് വർക്കേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ BD ആൻഡ് സിഗർ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു നമുക്കറിയാം സിഗരറ്റ് അതുപോലെ തന്നെ BD മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിൽ ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇത്തരം ഒരു വർക്കിലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പാടില്ല. These are the some of the various laws in India. കുട്ടീനെ ഡിഫൈൻ അല്ലെങ്കിൽ ചൈൽഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു തരത്തിലാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ആക്ട് ആണ്. അക്കോർഡിംഗ് ടു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. ഇത് നമ്മൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ, ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2015 ഉള്ള ഒരു ആക്ട് ആണത്. ഈ ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എ ചൈൽഡ് മീൻസ് എ പേഴ്സൺ who has not completed 18 years of age. ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു കുട്ടീനെ നമുക്ക് ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു വിഭാഗത്തെയാണ് ഇവിടെ ചൈൽഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ 18 വയസ്സ് വരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ആയിരിക്കും കേസ് എടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഹയർ അതോറിറ്റിയിലോട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യത്തുള്ളൂ. ഇതാണ് ജുവനൈൽ ജസ്റ്റിസ്, പ്ലാന്റേഷൻ ആക്ട്, പിന്നെ BD ആൻഡ് സിഗർ ആക്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത്രയും ആക്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹവർ എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ആക്ട് ഓഫ് 2015 which stipulates that juveniles aged between 16 and 17 would be considered as adults if they are charged in heinous crimes. ഇനി 2015 നമ്മൾ ഈ ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 18 വയസ്സ് വരെ കുട്ടിയാണെന്ന് പറഞ്ഞു അല്ലെ. ഇൻ കേസ് ഈ ഒരു 16-17 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രൈംസിൽ ഇവര് ചാർജ് ചെയ്യപ്പെട്ടാൽ എന്ത് പറയാം, ഇവരെ നമുക്ക് അഡൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു റിവൈസ്ഡ് ആക്ട് 2015 വന്നു. ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നിർഭയ കേസ് 2015 നിർഭയ കേസ് വന്നതിന് ശേഷമാണ് അവർ ഈ ആക്ടിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നത്. അതുവരെ 18 വയസ്സ് വരെ ജുവനൈൽ ആക്ട് ആയിരുന്നു. പക്ഷെ ഇൻ കേസ് അവർ ചെയ്യുന്ന ക്രൈം അത്രത്തോളം സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ 16-17 വയസ്സുള്ള കുട്ടികളെയും അഡൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് കേട്ടോ. Next one, section 2D of protection of children from sexual offences act 2012. ഇനി this is one of the another very important act ആണ്. 2012 ഈ ഒരു സെക്ഷൽ ഒഫൻസ് ആക്ട് കൊണ്ടുവന്നത്. ഇവരെ ചൈൽഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചൈൽഡ് മീൻസ് എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 years. ഇനി 18 വയസ്സിന് താഴെയുള്ള പ്രായത്തെയാണ് ഈ ഒരു സെക്ഷൽ ഒഫൻസ് ആക്ട് പ്രകാരം ചൈൽഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദിസ് ആക്ട് എയിംസ് ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആൻഡ് ഹറാസ്മെന്റ്. ഈ ഒരു ആക്ടിന്റെ
മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു എയിം എന്ന് പറയുന്നത് കുട്ടികളെ പലതരത്തിലുള്ള സെക്ഷൽ ഒഫൻസസിൽ നിന്നും ഹറാസ്മെന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടെയാണ് ഈ ഒരു ആക്ട് 2012 കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദീസ് ആർ സം ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ലോസ് ദാറ്റ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. സെക്ഷൽ ഒഫൻസ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പ്ലാന്റേഷൻ ആക്ട്, സിഗർ ആൻഡ് ബീഡി വർക്ക് ആക്ട് ആൻഡ് പ്രൊട്ടക്ഷൻ, പിന്നെ ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ടും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഈ ആക്ട്സ് എല്ലാം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവരെല്ലാം ചൈൽഡിനെ ഏതൊരു ഏജ് വരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? ഇതുവരെ ലോസ് ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് ഇൻ തമിഴ്നാടു ഇൻ ആൻഡ് ഇന്ത്യ. ഇനി നമ്മള് തമിഴ്നാടിൽ എങ്ങനെയാണ് ഒരു ചൈൽഡ് റൈറ്റിന്റെ ഹിസ്റ്ററി കിടക്കുന്നത്, ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ചൈൽഡ് റൈറ്റിന്റെ ഹിസ്റ്ററി കിടക്കുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്സിലും എങ്ങനെയാന്നുള്ളത് ആ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വാട്ട് ഇസ് ദ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് ഇൻ തമിഴ്നാടു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തമിഴ്നാടു recognizes every child has equal rights for learning, knowledge and education. തമിഴ്നാട് പറയുന്നത് ഒന്നുമില്ല, എല്ലാ കുട്ടികൾക്കും ലേണിംഗ് കിട്ടാൻ ഈക്വൽ റൈറ്റ്സ് അവർക്കുണ്ട്, നോളേജ് ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റും ഉണ്ട്. ഇതാണ് ഈ ഒരു സ്റ്റേറ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. The state also enables a well-conductive setting for the education well-being of the child. ഇതിനു വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും നോളേജും എഡ്യൂക്കേഷനും ലേണിംഗും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ഓഫ് എഡ്യൂക്കേഷനും സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടിക്കും വളരെ സ്മൂത്ത് ആയിട്ട് നല്ലൊരു ചുറ്റുപാടോടുകൂടെ വളരാനുള്ള ഒരു വെൽ സെറ്റിംഗ് ഓഫ് എഡ്യൂക്കേഷൻ തമിഴ്നാട് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഈ 1992 ചീഫ് മിനിസ്റ്റേഴ്സ് ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. The scheme aimed at preventing gender discrimination by empowering and protecting rights of a girl child through direct investment from government. 1992 ഈ ഒരു ഇറങ്ങിയ സ്കീം മെയിൻലി ഗേൾ ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സ്കീമായിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കുട്ടികളെ എല്ലാ ടൈപ്പ് ഓഫ് അബ്യൂസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, പെൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്, ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനും ആയിട്ടുള്ള ഒരു സ്കീമാണ് 1992 കൊണ്ടുവന്നത്. ത്രൂ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഗവൺമെന്റ്. ഈ ഒരു സ്കീം നടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് സെക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു സ്കീമിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇനി ഈ ഒരു സ്കീമിന്റെ മെയിൻ ആയിട്ട് ഈ ഒരു സ്കീം എയിം ചെയ്യുന്ന ഒരു ടാർഗറ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. ടു എൻറോൾ ഗേൾ ചൈൽഡ് ഇൻ സ്കൂൾ ആൻഡ് ടു എൻഷുർ ഹെർ എഡ്യൂക്കേഷൻ അറ്റ്ലീസ്റ്റ് അപ് ടു ഇന്റർമീഡിയറ്റ് ലെവൽ. ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാനും അവർക്ക് സ്കൂൾ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരുടെ എഡ്യൂക്കേഷൻ അറ്റ്ലീസ്റ്റ് ഇന്റർമീഡിയറ്റ് ലെവലിൽ നടക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്കീം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഏതൊരു കുട്ടീനെയും സ്കൂളിൽ എൻറോൾ ചെയ്യിപ്പിക്കുക അറ്റ്ലീസ്റ്റ് ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു 6th സ്റ്റാൻഡേർഡ് ടു 8th സ്റ്റാൻഡേർഡ് ഈ ഒരു ഗ്രേഡ് ആണ് ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത്. മിനിമം ഒരു 8ാം ക്ലാസ് വരെയെങ്കിലും ഒരു പെൺകുട്ടിക്ക് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ഒരു സഹകരണം ചെയ്തു കൊടുക്കുന്ന ആ ഒരു സ്കീമായിരുന്നു ചീഫ് മിനിസ്റ്ററിന്റെ 1992 സ്കീം കേട്ടോ. എൻകറേജ് ഗേൾസ്
ടു ഗെറ്റ് മാരീഡ് ഓൺലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 18 years. ഇതിനു വേണ്ടിയിട്ട് 18 വയസ്സിന് താഴെ ഒരു ചൈൽഡ് മാരേജും നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ്സും ആക്ടിവിറ്റീസും എല്ലാം ആ ഒരു സമയത്ത് ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഈ ഒരു സ്കീമിനോടനുബന്ധിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും 18 വയസ്സിന് ശേഷം മാത്രമേ മാരീഡ് ആയിട്ടുള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീമിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻകറേജ് പാരന്റ്സ് ടു ഹാവ് ഫാമിലി പ്ലാൻ with 2 girl children. Encourage ഒരു മിനിറ്റ്. എൻകറേജ് പാരന്റ്സ് ടു ഹാവ് എ ഫാമിലി പ്ലാൻ വിത്ത് 2 girl children. ഇനി ഇതും ഒരു സ്കീമിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് നമ്മൾ ഫാമിലി പ്ലാൻ ചെയ്യുമ്പോൾ മിനിമം എല്ലാവർക്കും ഒരു 2 പെൺകുട്ടികളെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഈ ഒരു സ്കീമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. നെക്സ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് എ ഗേൾ ചൈൽഡ്. ഒരു പെൺകുട്ടിക്ക് എല്ലാ തരത്തിലുള്ള റൈറ്റ്സും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. മെയിൻലി ഈ ഒരു സ്കീം ഗേൾ ചിൽഡ്രൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ലേണിംഗ്, അവർക്ക് നല്ലൊരു വെൽബീയിങ് സെറ്റപ്പ് ഉണ്ടാവണം. 18 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഫാമിലി പ്ലാൻ അറ്റ്ലീസ്റ്റ് 2 girl child. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് സൊസൈറ്റിയിലുള്ള റൈറ്റ്സും കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1992 ചീഫ് മിനിസ്റ്ററുടെ ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ തമിഴ്നാടിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റാവുന്ന ഒരു ആക്ട് ആണ് അത്, എസ്പെഷ്യലി ഫോർ ഗേൾസ് നല്ലൊരു ആക്ട് ആണ്. നെക്സ്റ്റ് വൺ, ഇനി അതിനുശേഷം 1994 തമിഴ്നാട് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടുവന്നു കേട്ടോ. അതിൽ ഫസ്റ്റ്, എലിമെന്ററി എഡ്യൂക്കേഷൻ ടു ബി കമ്പൽസറി. നമ്മൾ പറഞ്ഞു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് അവർ കമ്പൽസറി ആക്കി. അത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. അത് 14 വയസ്സ് വരെ 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എലിമെന്ററി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി ഈ ഒരു ആക്ട്. ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാരന്റ് ഓർ ഗാർഡിയൻ ടു എൻഷുർ എലിമെന്ററി എഡ്യൂക്കേഷൻ. ഇനി തൻ്റെ കുട്ടിക്ക്, തൻ്റെ മക്കൾക്ക് എലിമെന്ററി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആ കുട്ടിയുടെ ഗാർഡിയൻ ആണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റിനാണ്. ഇൻ കേസ് എന്തെങ്കിലും വയലേഷൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് കേസ് എടുക്കാവുന്നതുമാണ്. അറ്റൻഡൻസ് അറ്റ് ദിസ് ലെവൽ ഫോർ ദ ചൈൽഡ് ഷാൽ നോട്ട് ബി കമ്പൽസറി. ഇനിയിപ്പോ എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും അറ്റൻഡൻസ് ആ ഒരു കേസിൽ കമ്പൽസറി ആക്കിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ആക്ട്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ട് വന്നിരുന്ന ആക്ട് ആണ്. 1992 ആക്ടും 1994 ആക്ടും ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, തമിഴ്നാട് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. ഇനി ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നമുക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ് പ്രൊവൈഡിങ് free and compulsory education to all the children of the age group of from 16 to 14 years and preventing the employment of children below the age of 14 years in factories or hazardous occupation. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു കമ്മീഷൻ ആക്ട് പ്രകാരം എലിമെന്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എലിമെന്ററി എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ടൈപ്പ് ഓഫ് ഫാക്ടറി വർക്കോ അല്ലെങ്കിൽ അവർക്ക് ഹസാർഡസ് ആയിട്ടുള്ള ജോബോ ഒക്യുപ്പേഷൻസോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് വൺ, തമിഴ്നാട് ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ നെറ്റ്വർക്ക്. ഇതൊരു നെറ്റ്വർക്ക് ആണ്. തമിഴ്നാട്ടിലെ 16 ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൂടി 42 മെമ്പർ കമ്മിറ്റി ഉൾപ്പെടുന്ന ഒരു ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ നെറ്റ്വർക്ക് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് കമ്മിറ്റി ഈസ് ആക്ച്വലി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഇൻ തമിഴ്നാട്. തമിഴ്നാട് സ്റ്റേറ്റിലുള്ള എല്ലാ കുട്ടികളുടെയും പ്രൊട്ടക്ഷൻ, ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ രൂപീകരിച്ചിട്ടുള്ള ഒരു 42 മെമ്പർ അടങ്ങിയിട്ടുള്ള കമ്മിറ്റിയാണ് ഈ ഒരു നെറ്റ്വർക്ക്. ദിസ് കമ്മിറ്റി ഇൻക്ലൂഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് വിമൻ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ്, ട്രേഡ് യൂണിയൻസ് എക്സെട്ര. ഈ 42 മെമ്പേഴ്സ് വിമൻ ഓർഗനൈസേഷനിലെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു,
പലതരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ട്രേഡ് യൂണിയൻസിൽ പെട്ടിട്ടുള്ള ആളുകളുമായിരുന്നു ഈ ഒരു 42 മെമ്പർ കമ്മിറ്റിയിലുള്ള ആളുകൾ കേട്ടോ. On 30 June 2001, the first state level coordination committee was held at Chennai to finalize the plan of action, submitting annual report on activities, recommending the relevant government departments to resolve child right issues. ഈ ഒരു നെറ്റ്വർക്ക് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് 2001 ചെന്നൈയിൽ വെച്ചിട്ട് ഇവരുടെ ഈ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നത്. ഇതിൽ അവര് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇവരുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ഫൈനലൈസ് ചെയ്യുക, പിന്നെ ആനുവൽ റിപ്പോർട്ട്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഈ ചൈൽഡ് റൈറ്റ്സ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ റെലവെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ ഒരു ചെന്നൈയിൽ വെച്ച് നടന്ന നെറ്റ് കമ്മിറ്റിയിലെ അജണ്ട എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി ഫോർ ചിൽഡ്രൻ, TNSPC, which stands for Tamil Nadu State Policy for Children. 2021 പ്രകാരം എന്തൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തമിഴ്നാട് സ്റ്റേറ്റ് പോളിസീസ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതില് ദിസ് പോളിസി വാസ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ് when the state was addressing many challenges like child marriage, child labor, crime against children and juvenile delinquency. ഈ ഒരു പോളിസി വന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്താണ്. അതായത് ഈ തമിഴ്നാട് സ്റ്റേറ്റ് ചൈൽഡ് മാരേജ്, ചൈൽഡ് ലേബർ, അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അബ്യൂസുകള്, ജുവനൈൽ ഡെലിക്വൻസി, അതായത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അൺലോഫുൾ ബിഹേവിയർ ആസ് എ മൈനർ, അതായത് കുട്ടിയാണെന്ന് പോലും കരുതാതെ ഒരുപാട് എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ്മെന്റ് നടന്നു വരുന്ന അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് തമിഴ്നാട് ഈ ഒരു TNSPC എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി 2021 കൊണ്ടുവന്നത്. This policy was derived its guiding principles from UNCRC, National Policy for Children 2013, National Plan of Action 2016, etc. ഈ ഒരു പോളിസിയിൽ അവർ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് UNCRC എടുത്ത പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. നാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ 2016 2013 ഒരുപാട് പ്രിൻസിപ്പിൾസ് എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് അവർ 2021 ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത്. The vision of TNSPC is to ensure holistic development of every child, empowering them to reach their full potential and achieve sustainable developmental goals. ഈ ഒരു TNSPC ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നപ്പോ അവരുടെ മെയിൻ വിഷൻ, അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ആയിരുന്നു. അതായത് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, ഇന്റലക്ച്വലി ആൻഡ് സോഷ്യൽ സ്കിൽസ് എല്ലാ കുട്ടികളിലും വളർത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു വിഷനിലാണ് TNSPC ഈ ഒരു 2021 പോളിസി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അവരെ അതിന് വേണ്ടിയിട്ട് കേപ്പബിൾ ആക്കുക, ഒരുപാട് ഗോൾസ് അവർക്ക് എയിം അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുക. ഇതെല്ലാം ആയിരുന്നു ഈ ഒരു പോളിസിയുടെ വിഷൻ എന്ന് പറയുന്നത്. They also had a mission to protect children from violence, abuse and exploitation. ഈ ഒരു പോളിസി എന്താ പറയാ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് മാത്രമായിരുന്നില്ല, ഏതൊരു കുട്ടീനെയും പലതരത്തിലുള്ള വയലൻസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള അബ്യൂസിൽ നിന്നും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പല കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു വിഷൻ ആയിരുന്നു TNSPC 2021 പോളിസിക്ക് ഉണ്ടായിരുന്നത്. They aim to provide access to quality healthcare and education, enable children to express their opinions and uphold the principles of leave no one behind. നല്ലൊരു എഡ്യൂക്കേഷൻ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക, കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള വ്യൂസ് ആൻഡ് ഒപ്പീനിയൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കൊടുക്കുക. അതുപോലെ നമ്മൾ ഒരാളെയും എന്താ പറയാ ഒറ്റയ്ക്ക് ആക്കരുത്, അല്ലെങ്കിൽ ഒരു കൈത്താങ് എപ്പോഴും പരസ്പരം വേണം എന്നുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ആക്ച്വലി TNSPC 2021 വിഷൻ അവർ എയിം ചെയ്തത്
ഈ കാര്യങ്ങളെല്ലാമായിരുന്നു കേട്ടോ. അത് വളരെ നല്ല, എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോളിസി ആയിട്ടാണ് തമിഴ്നാട് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് വൺ, ഇത് മാത്രമല്ല, ഈ പോളിസിക്ക് വേറെയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. മിഡ് ഡേ മീൽ സ്കീം. ദ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ തമിഴ്നാടു ടു ഇംപ്രൂവ് the effectiveness of primary education by improving the nutritional status of children. മിഡ് ഡേ മീൽ സ്കീം നമുക്കിപ്പോൾ തമിഴ്നാട്ടിലും ഇന്ത്യയിലും ഒക്കെ കാണാൻ കഴിയും അല്ലെ. നമ്മുടെ ഗവൺമെന്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു ഇത്. ഇത് എന്തിനാന്ന് വെച്ചാൽ മെയിൻലി പ്രൈമറി എഡ്യൂക്കേഷൻ വളരെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കുട്ടികളെ നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അത് ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് തമിഴ്നാട് ഈ ഒരു മിഡ് ഡേ സ്കീം സ്റ്റാർട്ട് ചെയ്തത്. Their aim was to reduce malnutrition, attract children from disadvantaged section, especially girls from Dalits and Adivasi tribes to school. ഈ ഒരു മിഡ് ഡേ സ്കീമിന്റെ ഒരു മെയിൻ വിഷൻ എന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ ഇല്ലാതാക്കുക, അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ, അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം. അതുപോലെ തന്നെ ഈ നമുക്കറിയാം വളരെ ലോവർ സെക്ഷനിൽ ഇരിക്കുന്ന ദളിറ്റ്സും അതുപോലെ തന്നെ ആദിവാസീസും അന്ന് വളരെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് കണ്ടിരുന്ന ഒരു സെക്ഷനാണ്. ഇത്തരം ഒരു ലോവർ ലെവൽ സെക്ഷൻസിൽ നിന്നുള്ള കുട്ടികളെ മെയിൻലി സ്കൂളുകളിലോട്ട് അട്രാക്ട് ചെയ്യുക എന്നുള്ളതും കൂടെ ആയിരുന്നു ഈ ഒരു മിഡ് ഡേ മീൽ സ്കീമിന്റെ വിഷൻ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഹിയർ ബൈ ഇൻക്രീസിംഗ് അറ്റൻഡൻസ്, റെഡ്യൂസിംഗ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ആൻഡ് പ്രൊമോട്ട് എ ഫീലിംഗ് ഓഫ് വൺനെസ് ആൻഡ് സെക്യുലറിസം എമംഗ് വേരിയസ് ഡിഫറെന്റ് റിലീജിയൻ ആൻഡ് കൾച്ചർ. ഈ ഒരു മിഡ് ഡേ സ്കീം കൊണ്ടുവരുന്നതോടുകൂടെ തന്നെ ഒരു നേരത്തിന് പോലും വകയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം എന്തായാലും അറ്റൻഡൻസ് കൂടും അല്ലെ. അവർ കറക്റ്റ് ആയിട്ട് സ്കൂളിൽ വരും. അതന്നെയായിരുന്നു ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അറ്റൻഡൻസ് ഇൻക്രീസ് ചെയ്യുക, ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ആ ഒരു വിഭാഗം കുറച്ച് കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒരു സെക്യുലർ ഫീലിംഗ്, നമ്മുടെ നേഷൻ, ആ ഒരു സ്നേഹം, ആ ഒരു ഫീലിംഗ്, ഒരു വൺനെസ് ഫീലിംഗ്, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ പല റിലീജിയൻ കൾച്ചർ തമ്മിലുള്ള ഡിഫറൻസിയേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു വൺനെസ് ഫീലിംഗ് കൊണ്ടുവരിക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു മിഡ് ഡേ മീൽ സ്കീമിന്റെ പുറകിലുള്ള അവരുടെ വിഷൻ എന്ന് പറയുന്നത്. 1920 വേൾഡ്സ് ഫസ്റ്റ് മിഡ് ഡേ മീൽ സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ ചെന്നൈ. 1920s സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കീം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചെന്നൈയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഐ ഹോപ്പ് ഈ ഒരു തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി TNSPC 2021 പോളിസി ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ, എന്തൊക്കെയാണ് ഒരു കുട്ടീന്റെ എന്തൊക്കെ വിഭാഗത്തെയാണ് ഇവര് എയിം ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ കിട്ടിയോ? കിട്ടി മാം. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ തമിഴ്നാടിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഒരു ചൈൽഡ് റൈറ്റ്സിന്റെ ഹിസ്റ്ററി കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, സെക്കൻഡ് വേൾഡ് വാർ കോസ്ഡ് ഇൻഡിസ്ക്രൈബിൾ സഫറിങ്സ് ടു ചിൽഡ്രൻ അക്രോസ് ദ ഗ്ലോബ്. ഇനി മൊത്തം ലോകത്തിൽ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ നടന്നതിന് ശേഷമാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, അക്രോസ് ദ ഗ്ലോബ് അങ്ങനെ തന്നെയായിരുന്നു. ഓൺ December 11, 1946, United Nations established a special agency, UNICEF. UNICEF is a very important concept. അതിന്റെ ഫുൾ ഫോം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. യൂണിസെഫ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോ ഈ 1946 യൂണിസെഫ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഏജൻസി ഒരു കാര്യം കൊണ്ടുവന്നത്. യൂണിസെഫിന്റെ മെയിൻ വിഷൻ എന്ന് പറയുന്നത് വാസ് ടു പ്രൊവൈഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ചിൽഡ്രൻ ഓഫ് എൻറ്റയർ വേൾഡ്. യൂണിസെഫ് എൻറ്റയർ വേൾഡിലുള്ള കുട്ടികൾക്ക് കെയർ കൊടുക്കാനും അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള എയിം ആയിരുന്നു യൂണിസെഫിന് ഉണ്ടായിരുന്നത്. 1946 ഈ ഒരു യൂണിസെഫ്, ഈ ഒരു സ്പെഷ്യൽ ഏജൻസി ആയിട്ടുള്ള യൂണിസെഫ് മുന്നോട്ട് ഈ ഒരു എയിമുമായിട്ട് വന്നത്. ഒന്നുമല്ല, അവരുടെ എയിം എന്ന് പറയുന്നത് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ കെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. നൗ യൂണിസെഫ് ഇസ് നോൺ ആസ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്.
ഇപ്പോ യൂണിസെഫിനെ യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം ഇറ്റ് വാസ് യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആയിരുന്നു. ഇപ്പൊ അത് ചിൽഡ്രൻസ് ഫണ്ട് എന്നുള്ള രീതിയിലും പേരിലും അവർ അറിയപ്പെടുന്നുണ്ട്. UNICEF has been operating in India from 1949 onwards. It has been successfully organizing various programs and activities for growth and development of children, all-round growth, upliftment, constant participation, reduced inequities based on caste, customs, gender, religion in India. 1949 തൊട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് യൂണിസെഫ് ഇന്ത്യയിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അവർ ഒരുപാട് പ്രോഗ്രാംസും ആക്ടിവിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളെ ഏതൊക്കെ തരത്തിൽ പ്രൊമോട്ട് ചെയ്യാം, അവരുടെ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് കൊണ്ടുവരാൻ, അവരൊരു ഓൾറൗണ്ട് ഡെവലപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, അവരെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കാസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ആക്റ്റീവായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയിൽ 1949 ഓൺവേർഡ്സ് യൂണിസെഫ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോളോയിങ് ആർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചൈൽഡ് റിലേറ്റഡ് ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വേറെ ഏതൊക്കെയാണ് ചൈൽഡ് റിലേറ്റഡ് ലെജിസ്ലേഷൻസ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1986. സെക്കൻഡ് വൺ, ദ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് 2006. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് ആണ്. തേർഡ് വൺ, ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, 14 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കമ്പൽസറി ആണ്. ചൈൽഡ് മാരേജ് നടക്കാൻ പാടില്ല അപ് ടു 18 ഇയേഴ്സ്. പിന്നെ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള അബ്യൂസുകളിൽ നിന്നെല്ലാം കുട്ടികളെ പ്രിവെന്റ് ചെയ്യാനുള്ള ആക്ട് ആണ്. ഫോർത്ത് വൺ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986 വന്നു. നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഇതെല്ലാം ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ലോസ് ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, പോക്സോ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഓൾസോ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി സം സ്പെസിഫിക് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുട്ടികളില് തമിഴ്നാട് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും ഒരുപാട് ഗ്യാരണ്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് റൈറ്റ്സ് ചിൽഡ്രൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഫ്രം 6 to 14 ഇയേഴ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇത്. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഹസാർഡസ് എംപ്ലോയ്മെന്റ് ടിൽ ഏജ് ഓഫ് 14 ഇയേഴ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ്, 14 വയസ്സ് വരെ ഒരു തരത്തിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ബീങ് അബ്യൂസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ടു ഡു എനി ഓക്യുപ്പേഷൻ. കുട്ടിയെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഒരു ഒക്യുപ്പേഷനും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. അതിനെതിരെ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്. കുട്ടികൾക്ക് മറ്റുള്ളവരുടെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു ആക്ട് ഉണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അൺടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 ഇയേഴ്സ്. 6 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട എല്ലാ ചൈൽഡ് കെയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ അംഗനവാടി സിസ്റ്റം ഒക്കെ, ബാലവാടിക അല്ലെങ്കിൽ അംഗനവാടി സിസ്റ്റം ഒക്കെ അപ് ടു ഏജ് ഓഫ് 6 ഇയേഴ്സ് നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഫ്രീ ആയിട്ട്. അതെല്ലാം ഈ ഒരു റൈറ്റിന്റെ പ്രകാരമായിട്ടാണ് കേട്ടോ. സോ ഫ്രീ എഡ്യൂക്കേഷൻ കമ്പൽസറി ആണ്. ഹസാർഡസ് എംപ്ലോയ്മെന്റ് എന്ന് അവരെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. എനി ഒക്യുപ്പേഷൻ, ഹാർംഫുൾ ഒക്യുപ്പേഷൻ എന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ദേ ഹാവ് ദ റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്. പിന്നെ 6 വയസ്സ് വരെ ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ഇന്ത്യയിൽ വളരെ നമ്മൾ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ലോസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ തമിഴ്നാടുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു, ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഹിസ്റ്ററി പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് തമിഴ്നാടുവില് ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലാതെ ചില നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. NGO സ്റ്റാൻഡ്സ് ഫോർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ട്ടോ. അപ്പോ എന്തൊക്കെയാണ് ഇവരുടെ റോൾ, എന്തൊക്കെയാണ് ഇവര് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടില്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ NGO is a voluntary group or institution
with social mission which operates independently of any government. അതായത് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഗവൺമെന്റിനെ ഗവൺമെന്റിനോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് NGO എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് സോഷ്യൽ മിഷൻസ് ആണ് ഉള്ളത്. കുട്ടികളെ പല കാര്യത്തിൽ നിന്നും അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് യൂഷ്വലി എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ആഗ്രഹിക്കാതെ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് തമിഴ്നാടുവിലുള്ളത്. ഫോളോയിങ് ആർ സം ഓഫ് ദ ലീഡിംഗ് NGOs വർക്കിംഗ് ഇൻ തമിഴ്നാടു ടുവാർഡ്സ് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ല, ഒരുപാട് NGOs തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് NGOs എന്തൊക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത്, അവരുടെ വർക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് NGO ആണ് പറയുന്നത് ചിൽഡ്രൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ്, CCRD ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. സെന്റർ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു NGO ആണ്. ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 അതും ചെന്നൈയിലാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആദ്യമായിട്ട്. ദ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് കൺസിസ്റ്റ് ഓഫ് 5 members who have a long experience and expertise on human rights, child rights. ഈ ഒരു ട്രസ്റ്റ്, ഈ ഒരു ബോർഡില് 5 members ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. അവർക്ക് വളരെ അധികം എക്സ്പീരിയൻസ്ഡ്, അതായത് ഹ്യൂമൻ റൈറ്റ്സിലും ചൈൽഡ് റൈറ്റ്സിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു CCRD എന്ന് പറഞ്ഞിട്ടുള്ള NGO ബോർഡിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ദിസ് ഇസ് വൺ ഓഫ് ദ NGO ഇൻ തമിഴ്നാടു. നെക്സ്റ്റ് വൺ, ഹാൻഡ് ഇൻ ഹാൻഡ്. ഇത് അവിടുത്തെ വർക്ക് ചെയ്യുന്ന വേറൊരു NGO ആണ്. ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാണ് ഇതിന്റെ പേര്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ കാഞ്ചീപുരം in Tamil Nadu. Their main motive is to abolish child labor and provide refuge. Refuge എന്ന് പറയുന്നത് state of being safe from danger or difficulty and education to neglected women and children in society. ഈ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന NGO കാഞ്ചീപുരത്താണ് ഇവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു മെയിൻ മോട്ടീവ് അല്ലെങ്കിൽ മെയിൻ വിഷൻ എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക, അതുപോലെ തന്നെ കുട്ടികളെ പലതരത്തിലുള്ള ഡേഞ്ചറിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ചില വിഭാഗം വിമൻസ് ഉണ്ടായിരിക്കും അല്ലെ, ഒരു തരത്തിലുള്ള ഫ്രീഡമോ അല്ലെങ്കിൽ റെസ്പെക്റ്റോ ഒന്നും കിട്ടാത്ത ഒരു ടൈപ്പ് വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതെല്ലാമായിരുന്നു ഈ ഒരു NGOയുടെ മോട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് NGO ആണ് യുറേക്ക ചൈൽഡ്. ഈ യുറേക്ക ചൈൽഡിന്റെ പേരെല്ലാം കുറച്ച് വെറൈറ്റി ആണ് അല്ലെ. പ്രൊവൈഡ്സ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു കിഡ്സ് ബിലോങ്ങിങ് ടു വീക്കർ സെക്ഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു NGOന്റെ മോട്ടീവ്. എയിം ഇസ് ടു പ്രൊവൈഡ് ഫ്രീ ബുക്സ്, പ്ലേ കിറ്റ്സ്, writing materials, food, etc. to the children in rural areas. അതായത് വളരെ പാവപ്പെട്ട സ്ഥലങ്ങൾ അല്ലെ, urban areas എന്ന് പറഞ്ഞാല് കുറച്ചൊരു എന്താ പറയാ ഗ്രാൻഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ്. റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ വില്ലേജസ് ഒക്കെയാണ് അതിൽ വരിക. ഈ വില്ലേജുകളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ കൂടെ ഫ്രീ ബുക്സ് പ്രൊവൈഡ് ചെയ്യുക, കിഡ്സ് പ്രൊവൈഡ് ചെയ്യുക, റൈറ്റിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാമായിരുന്നു ഈ ഒരു NGOന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. They provide training in Tamil, English, Maths, Science for the children. ഇത് മാത്രമല്ല, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ കൂടെ ഇവർ തമിഴ് ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജ്, മാത്ത് ആൻഡ് സയൻസ് ലാംഗ്വേജസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്ങും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആണ്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരൊരു തരത്തിലുള്ള പ്രോഫിറ്റും ആഗ്രഹിച്ചിട്ടല്ല ഇത് നടത്തുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രം നടന്നു പോകുന്ന ഓർഗനൈസേഷൻസ് ആണ് ഇത്. ഫോർത്ത് വൺ, ശ്രീ ശക്തി ട്രസ്റ്റ്. സ്റ്റാർട്ട് ചെയ്തത് 2001 അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഡിണ്ടിഗലിലാണ്, തമിഴ്നാട് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. Their motto is to create consciousness among the rural public about physical cleanliness, the importance of
എഡ്യൂക്കേഷൻ. സ്ത്രീ ശക്തി ട്രസ്റ്റിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെൻലിനെസ് എത്രത്തോളം ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി റൂറൽ വില്ലേജ് ഏരിയാസിൽ താമസിക്കുന്ന പബ്ലിക് ആയിരുന്നു ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമ്മുടെ ലൈഫിൽ, അപ്പൊ ഇങ്ങനെ ക്ലെൻലിനെസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു മോട്ടീവുമായിട്ടാണ് സ്ത്രീ ശക്തി ട്രസ്റ്റ് നടന്നു വന്നിരുന്നത് തമിഴ്നാട്ടില്. നെക്സ്റ്റ് 5th വൺ, കാക്കു കരങ്ങൾ. ഇത് ചെന്നൈയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. മെയിൻ എയിം ഇസ് ടു പ്രൊവൈഡ് റെഫ്യൂജ് ടു ഓൾഡ് പേഴ്സൺസ് ആൻഡ് സ്ട്രീറ്റ് ചിൽഡ്രൻ ആൻഡ് പ്രൊവൈഡ് മെഡിക്കൽ സപ്പോർട്ട് ആൻഡ് കെയർ. എന്താ പറയാ, പ്രായമായിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രീറ്റ് ചിൽഡ്രൻ അല്ലെ, നമ്മുടെ തെരുവുകളിൽ ജീവിക്കുന്ന കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് നല്ല മെഡിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, നല്ല കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഈ ഒരു കാക്കും കരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ എയിം. ഇതെല്ലാം തമിഴ്നാടുവിലുള്ള സം ഓഫ് ദി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. കാക്കും കരങ്ങൾ, സ്ത്രീ ശക്തി ട്രസ്റ്റ്, യുറേക്ക ചൈൽഡ്, ഹാൻഡ് ഇൻ ഹാൻഡ് ആൻഡ് CCRD. 5 നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും അവരുടെ മോട്ടീവ് എന്താന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ അവരുടെ മോട്ടീവ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ NGO ക്ലിയർ ആണോ? 5 എണ്ണം, 5 NGOs ക്ലിയർ ആണോ? ഞാൻ 5 എണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 8-9 NGOs വരെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ ക്വാട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് NGOസിനെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3-4 എണ്ണം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, NGOs വർക്കിംഗ് ഫോർ ദ ചൈൽഡ് റൈറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ തമിഴ്നാടുവിലെ NGOസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഇന്ത്യയിലുള്ള NGOs ഏതൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സേവ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള NGO ആണ്. They believe that every child deserves the best chance for a bright future. ഒരു നല്ല ഫ്യൂച്ചർ എല്ലാ കുട്ടിയും അവകാശപ്പെടുന്നതാണ്, അവർ ഡിസേർവ് ചെയ്യുന്നതാണ് എന്നാണ് ഈ ഒരു NGO ബിലീവ് ചെയ്യുന്നത്. They run programs in the remotest corners of India and urban areas to provide quality education and healthcare protection from harm and abuse. ഇവരുടെ ഏത് NGO എടുക്കുകയാണെങ്കിലും ഇവരുടെ എല്ലാം മോട്ടീവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവരെ ഹാംഫുൾ കേസിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് നല്ല ക്ലെൻലിനെസ് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാമാണ് ഇവരുടെ മെയിൻ മോട്ടീവ് കേട്ടോ. അത് ഏത് NGO ആണല്ലോ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ സേവ് ദ ചിൽഡ്രന്റെ മോട്ടീവ് പ്രകാരം urban ഏരിയാസിലും അതുപോലെ തന്നെ റിമോട്ട് ആയിട്ടുള്ള കോർണേഴ്സ് ഓഫ് പ്രോഗ്രാംസ് സേവ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള NGO ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ക്രൈ. നിങ്ങൾക്ക് ക്രൈ എന്ന് പറയാം, CRY, ജസ്റ്റ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു എന്നാണ് ഈ ഒരു NGOന്റെ പേര്. Their motto is to create happy, healthy and creative childhood for every child. എല്ലാ കുട്ടികൾക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാലം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷന്റെ എയിം കേട്ടോ. നെക്സ്റ്റ് വൺ, ദേ പ്രൊവൈഡ് ആക്സസ് ടു ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ. അതല്ല, ഇവര് ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈമറി ബേസിക് ഹെൽത്ത് കെയറും ഈ ഒരു ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള NGO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദി ഓൾസോ വർക്ക് ഫോർ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ചൈൽഡ് മാൽന്യൂട്രീഷൻ. ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ എഫക്റ്റീവായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു NGO ആണ് കേട്ടോ ഈ CRY എന്ന് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഫസ്റ്റ് 2 NGOs ക്ലിയർ ഫോർ യു, സേവ് ദ ചിൽഡ്രൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്രൈ. നെക്സ്റ്റ് വൺ, CHF, ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ.
ഈ CHF എന്ന് പറഞ്ഞിട്ടുള്ള NGO, they focus more on medical emergency support for child, quality education, access to clean water and sanitization, and zero hunger. ഏത് NGO എടുത്താലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ബേസിക് കാര്യമാണ്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ഏത് NGO പറയുമ്പോഴും നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇവരുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എമർജൻസി സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് CHF ശ്രമിക്കാറുണ്ട്. ആക്സസ് ടു ക്ലീൻ വാട്ടർ, എസ്പെഷ്യലി റൂറൽ ഏരിയാസിലെല്ലാം താമസിക്കുന്നവർക്കും urban ഏരിയാസിൽ ഈ പൊല്യൂഷൻ ഒക്കെ ഉള്ള ഏരിയാസിലൊക്കെ ജീവിക്കുന്നവർക്കും ഒക്കെ ക്ലീൻ വാട്ടർ ആക്സസ് നൽകാനും, സീറോ ഹങ്കർ, വിശപ്പ് ഇല്ലാതാക്കുക എന്നുള്ളൊരു മോട്ടീവാണ് ഈ CHF എന്ന് പറഞ്ഞിട്ടുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ മോട്ടീവ്. ദേ ഫോക്കസ് മോർ ഓൺ എറാഡിക്കേറ്റിംഗ് ഹങ്കർ, ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മാൽന്യൂട്രീഷൻ. വിശപ്പ് ഇല്ലാതാക്കുകയും ഈ മാൽന്യൂട്രീഷനെതിരെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മാൽന്യൂട്രീഷൻ ഉണ്ടാവുന്നത് അത് ഡിറ്റക്ട് ചെയ്യുകയും അതിനെതിരെ ട്രീറ്റ്മെന്റ്സ് നടത്തുക എല്ലാമായിരുന്നു ഈ ഒരു NGOയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്മൈൽ ഫൗണ്ടേഷൻ. ദേ ഫോക്കസ് മോർ ഓൺ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, വിമൻ എംപവർമെന്റ് in over 1,000 remote villages and slums across 25 states in India. ഈ സ്മൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള NGO നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിരുന്നു, ഹെൽത്ത് കെയർ ഫോക്കസ് ചെയ്തിരുന്നു, വിമൻ എംപവർമെന്റ് ഫോക്കസ് ചെയ്തിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഈ റിമോട്ട് വില്ലേജിലും അതുപോലെ തന്നെ സ്ട്രീറ്റ്സിലെല്ലാം താമസിക്കുന്ന സ്ത്രീകൾക്ക്, അതായത് ഏകദേശം 25 സംസ്ഥാനങ്ങളിൽ എക്രോസ് ആയിട്ടുള്ള ഇത്തരം രീതികളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് വിമൻ എംപവർമെന്റ് നൽകുക, അവർക്ക് തൻ്റെതായിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു ജോലി നൽകുക. ഇതെല്ലാമാണ് ഈ ഒരു സ്മൈൽ ഫൗണ്ടേഷൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ as it empowers an individual to earn by himself. ഇവര് എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം ഇവര് വിശ്വസിക്കുന്നത് നമുക്ക് സ്വയമായിട്ട് നമ്മുടെ എന്തെങ്കിലും കുറച്ച് സമ്പാദ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ ഒരു NGO, സ്മൈൽ ഫൗണ്ടേഷൻ NGO വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 4 NGOs ആണ് നമ്മൾ ഇന്ത്യയിലെ കുറിച്ച് പറയുന്നത്. സേവ് ദ ചിൽഡ്രൻ, ത്രൈവ്, CHF, സ്മൈൽ ഫൗണ്ടേഷൻ. ഓക്കെ, നമ്മൾ NGOs ഡിസ്കസ് ചെയ്ത്, തമിഴ്നാട്ടിലെ കുറച്ച് NGOs നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGOs നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു. ഇവരെല്ലാം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതാണ്. ദർ ഇസ് നോ പ്രോഫിറ്റ്, അവർ പ്രോഫിറ്റ് ഒരിക്കലും എയിം ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ടോപ്പിക് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. അതിന്റെ പേരുകൾ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. തമിഴ്നാടാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് വെറൈറ്റിയാണ് അവരുടെ പേര്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വെക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ എമർജൻസി ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഈസ് മെയിൻലി. നമുക്ക് ഇന്ന് ഇത് പോരെ? ഓക്കെ, നിങ്ങൾക്ക് മതിയായോ? ഓക്കെ, വിൽ ഡു സംതിങ്. ഓക്കെ, ഫൈൻ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എന്നാ ഇവിടെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബാക്കി എടുക്കാം. ഞാൻ ഓൾറെഡി ഇത്ര തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 more സ്ലൈഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സോ വിൽ സ്റ്റോപ്പ് ഹിയർ. ക്ലിയർ ആണോ? ചൈൽഡ് റൈറ്റ്സ് ആവുമ്പോൾ എസ്പെഷ്യലി എടുത്ത് പറയാം, കുറച്ച് ലൈക്ക് ഫുൾ ഫോംസ് പഠിക്കേണ്ടി വരും. അപ്പൊ അത് സ്പെഷ്യലി എന്തെങ്കിലും ക്ലൂവോ കോഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി കൺസെപ്റ്റ്സ് എല്ലാം ഒരുവിധം എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് വരാം. ഇതുവരെയുള്ള ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ബാക്കി ഈ ഒരു ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു മാം. Okay, thank you for joining. Relax, enjoy. Bye. Okay. Bye.